बच्चों, आप सब कैसे हो? ठीक है ना? तो आज हम यहाँ पर 7वीं कक्षा का इकाई 4 का पहला पाठ, एक कहानी है, वो पढ़ने जा रहे हैं। कहानी का नाम है राजा का दरवाज़ा। कवि है शुबीर शुक्ला। इस कहानी में एक राजा, मुख्य कथापात्र है राजा और दूसरा प्रजा। അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ രാജാ കാ ദർവാസ എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രാജാ കാ ദർവാസ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ വാതിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മുഖ്യ കഥാപാത്രം ആരായിരുന്നു? രാജാവാണ്. അതേപോലെ തന്നെ വേറൊരു കഥാപാത്രമുണ്ട്, ഒരു പ്രജ. അപ്പോൾ ഈ കഥയിൽ പറയുന്നത് എന്താണ്? രാജാവ് ഒരു ബുദ്ധിസമർത്ഥനായ രാജാവാണ്. ഈ രാജാവ് ഒരു വാതിൽ നിർമ്മിക്കുകയാണ്. ആ വാതിലിലൂടെ ആരും പ്രവേശിക്കാൻ പാടില്ല, ഞാൻ മാത്രം, രാജാവ് മാത്രം പ്രവേശിക്കണം. അങ്ങനെയുള്ളൊരു വാതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവ് മന്ത്രിയോട് പറയുന്നത്. ആ കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കിപ്പോൾ കഥയിൽ നോക്കാം, രാജാവ് ഏത് രീതിയിലുള്ള വാതിലാണ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിയോട് പറയുന്നത്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. एक था राजा, उसने चाहा कि उसके महल में एक ऐसा दरवाज़ा हो जिससे सिर्फ वही घुस पाए, कोई और नहीं. उसने अपने मंत्री से कहा, मुझे एक ऐसा दरवाज़ा बना कर दो जो मेरी ही शक्ल देखने पर खुले, ताकि उससे सिर्फ मैं ही घुस पाऊँ, कोई और नहीं. എന്താണ് ഏക്ത രാജ? ഏക്ത രാജ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഉസ്നെ ചാഹ, ചാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹിച്ചു. ആ രാജാവ് എന്താണ് ആഗ്രഹിച്ചത്? ഉസ്കെ മഹൽ മേ ഏക് ഐസാ ദർവാസ ഹോ. മഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊട്ടാരം, രാജ കൊട്ടാരമാണ്. അപ്പോൾ രാജാവ് ആഗ്രഹിച്ചത് എന്താണ്? എൻ്റെ രാജകൊട്ടാരത്തിൽ എങ്ങനെയുള്ള വാതിലുണ്ടായിരിക്കണം? എക് ഏസാ ദർവാസ ഹോ ജിസ്സെ സിർഫ് വഹി ഗുസ് പായി. അപ്പോൾ രാജാവ് തീരുമാനിച്ചു, അദ്ദേഹം ആഗ്രഹിച്ചത് എന്താണ്? തൻ്റെ കൊട്ടാരത്തിൽ ഇങ്ങനെയുള്ള ഒരു വാതിൽ ഉണ്ടായിരിക്കണം. ആ വാതിലിൽ ആര് മാത്രം പ്രവേശിക്കാൻ പാടുള്ളൂ? ഗുസ് പായ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവേശിക്കുക. ആരാണ് അതിൽ? ആര് മാത്രം പ്രവേശിക്കണം? രാജാവ് മാത്രം അതിൻ്റെ അകത്ത് കടക്കാൻ പാടുള്ളൂ, പ്രവേശിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു വാതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് രാജാവ് ആഗ്രഹിച്ചത്. കോയ് ഓർ നഹി ഉസ്നെ അപ്നെ മന്ത്രി സെ കഹ. അങ്ങനെ രാജാവ് ഇത് തീരുമാനിച്ചു, ആഗ്രഹിച്ചല്ലേ. രാജാവ് ആരെ വിളിപ്പിച്ചു? മന്ത്രിയെ വിളിപ്പിച്ചു. അതിൻ്റെ മന്ത്രിയോട് രാജാവ് പറയുകയാണ്, മുझे एक ऐसा दरवाज़ा बनवा कर दो जो मेरे ही शक्ल देखने पर खुले. അങ്ങനെ മന്ത്രിയെ രാജാവ് വിളിപ്പിച്ചിട്ട് രാജാവ് മന്ത്രിയോട് പറയുകയാണ്, എങ്ങനെയാണ്? രാജാവ് നേരത്തെ ആഗ്രഹിച്ചു അല്ലേ, എങ്ങനെയുള്ള വാതില്? അതിൻ്റെ അകത്ത് ആരും പ്രവേശിക്കാൻ പാടില്ല, ഞാൻ മാത്രം പ്രവേശിക്കണം. അങ്ങനെയുള്ള വാതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ആ കാര്യം ആരോട് പറയാണ്? മന്ത്രിയോട് പറയുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു വാതിൽ എനിക്ക് നിർമ്മിച്ച് തരണം. എങ്ങനെയാണ്? മേരി ഹി ശക്ൽ ദേഖ്നെ പർ കുലെ. എൻ്റെ തന്നെ ശക്ല് പറഞ്ഞാൽ എന്താ? മുഖം, രൂപം. രാജാവിൻ്റെ രൂപം കണ്ടിട്ട് അല്ലെങ്കിൽ രാജാവിൻ്റെ മുഖം കണ്ടിട്ട് തുറക്കുന്ന വാതിൽ. കുലേന്ന് പറഞ്ഞാൽ തുറക്കുക, തുറക്കുന്ന വാതിൽ. താക്കി ഉസ്സെ സിർഫ് മേ ഹി ഗുസ് പാവും. എന്തിനാണ്? അങ്ങനെയുള്ള വാതിൽ നിർമ്മിച്ച് അതിൽ ഞാൻ മാത്രം, ഈ രാജാവ് മാത്രം അതിൻ്റെ അകത്ത് കടക്കാൻ പാടുള്ളൂ, വേറെ ആരും കടക്കാൻ പാടില്ല എന്ന ഒരു ആഗ്രഹമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? രാജാവിന്. അങ്ങനെ കോയ് ഓർ നഹി, വേറെ ആരും പ്രവേശിക്കാൻ പാടില്ലെന്ന് ചിന്തിച്ചു. അങ്ങനെ മന്ത്രിയോട് പറയുകയാണ്, പെട്ടെന്ന് തന്നെ എൻ്റെ രൂപത്തിലുള്ള, എൻ്റെ രൂപം കണ്ടാൽ മാത്രം വാതിൽ തുറക്കാം, രാജാവിൻ്റെ മുഖം കണ്ടാൽ മാത്രം വാതിൽ തുറക്കുന്ന ആ മാതിരിയുള്ള വാതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മന്ത്രിയോട് പറഞ്ഞു. നോക്കാൻ നമുക്ക് മന്ത്രി ഉണ്ടാക്കിയോ? എന്നിട്ട് മന്ത്രിനെ एक ऐसा ही दरवाज़ा बनवाया. तब राजा ने सबको बुलाकर कहा, है कोई जो घुस सकता है इस दरवाजे से. മന്ത്രിയോട് പറഞ്ഞില്ലേ? മന്ത്രിനെ
ഏക് ഏസാ ഹി ദർവാസ ബൻവായ. രാജാവ് പറഞ്ഞനുസരിച്ച് മന്ത്രി എന്ത് ചെയ്തു? ഒരു വാതിൽ നിർമ്മിച്ചു. ഇങ്ങനെയാണ് രാജാവിൻ്റെ മുഖം കണ്ടാൽ മാത്രം തുറക്കുന്ന ആ മാതിരിയുള്ള ഒരു വാതിൽ നിർമ്മിച്ചു. തബ് രാജാനെ സബ്കോ ബുലാക്കർ കഹ. അങ്ങനെ വാതിൽ റെഡി ആയിട്ട് വന്നു. അങ്ങനെ രാജാവ് എന്ത് ചെയ്തു? എല്ലാവരും വിളിച്ചു കൂട്ടി. സബ്കോ ബുലായ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന പ്രജകളൊക്കെ രാജാവ് വിളിച്ചു. ഹേ കോയി ജോ ഗുസ് സക്താ ഹിസ് ദർവാസെ പർ ദർവാസെ സെ. എന്നിട്ട് ഈ രാജാവ് എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെ പ്രജകളൊക്കെ തന്നെ വിളിച്ചു കൂട്ടി. എന്നിട്ട് രാജാവ് ചോദിക്കുകയാണ്, ഈ നിൽക്കുന്നതിൽ ആരെങ്കിലും ഉണ്ടോ? ഈ വാതിലിൻ്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. വെല്ലുവിളിക്കുന്ന മാതിരിയാണ് രാജാവ് അവിടെ നിന്ന് പറയാണ്, ഈ നിൽക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഈ വാതിലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നോക്കാം നമുക്ക് ആരാണ് വരുന്നതെന്ന്. तब एक आदमी आया, उसके हाथ में राजा की तस्वीर थी. तस्वीर में राजा की शक्ल देखकर दरवाजा खुल गया. राजा गुस्से में बाल खींचता रह गया. രാജാവ് ആരാണ് ഈ കൂട്ടത്തിലുള്ളത് ഈ വാതിലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നത്? കാരണം രാജാവിന് അത്രയും ആത്മധൈര്യം ഉണ്ടായിരുന്നു. എന്താണ് ഈ വാതിലിൻ്റെ അകത്തേക്ക് രാജാവിനല്ലാതെ വേറെ ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല എന്നൊരു ആത്മവിശ്വാസം രാജാവിലുണ്ടായിരുന്നു. നോക്കാം അതിനെ മറികടന്ന് ആരാണ് വരുന്നതെന്ന്. ഏക് ആത്മീയായ. അപ്പോൾ ആര് വന്നു? ആ കൂട്ടത്തിൽ നിന്ന്, ആ പ്രജകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പ്രജ, ഒരു ആദ്മി, ഒരു വ്യക്തി വന്നു. ഉസ്കെ ഹാത്ത് മേ, ഹാത്ത് പറഞ്ഞാൽ എന്താണ്? കൈ. ആ വ്യക്തിയുടെ കൈകളിൽ എന്തുണ്ടായിരുന്നു? രാജാക്കി തസ്വീർ തി. രാജാവിൻ്റെ തസ്വീർ, തസ്വീർ എന്ന ഫോട്ടോ, രാജാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. തസ്വീർ മേ രാജാ കി ശക്ൽ ദേഖ്കർ ദർവാസ ഖുൽ ഗയ. അങ്ങനെ ആ വ്യക്തി എന്ത് ചെയ്തു? രാജാവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. രാജാവ് നിർമ്മിച്ച വാതിലുണ്ടല്ലേ, ആ വാതിലിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഫോട്ടോ കാണിച്ചു. ശക്ൽ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ രൂപം കാണിച്ചു കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? ദർവാസ ഖുൽ ഗയ എന്ന് പറഞ്ഞാൽ വാതിൽ തുറന്നു. രാജാ ഗുസ്സേ മേ ബാൽ കീച്ച്താ രഹ ഗയ. ഇത് കണ്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. ഗുസ്സ എന്ന് പറഞ്ഞാൽ ദേഷ്യം. ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്തു? ബാൽ കീച്ച്ത, ബാൽ എന്ന് പറഞ്ഞാൽ മുടി, മുടി ദേഷ്യത്തോട് വലിച്ചോണ്ടുണ്ടായിരുന്ന അദ്ദേഹം എന്ന് പറഞ്ഞാൽ രാജാവ് വിചാരിച്ചത് എന്താണ്? ഇതിൽ എനിക്ക് മാത്രം പ്രവേശിക്കാൻ പറ്റും, വേറെ ആർക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പം അതിനെ മറികടന്നിട്ടാണ് ഒരു സമർത്ഥനായ ഒരു വ്യക്തി ആൾക്കൂട്ടത്തിൽ നിന്ന് വന്നു. എന്ത് ചെയ്താണ്? രാജാവിൻ്റെ തസ്വീർ, രാജാവിൻ്റെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് ആ വാതിൽ തുറന്നു. ഇനി നമുക്ക് നോക്കാം രാജാവ് വേറെ എങ്ങനെയുള്ള വാതിലാണ് വീണ്ടും നിർമ്മിക്കുന്നതെന്ന് നോക്കാം. राजा ने मंत्री से कहा, मुझे एक ऐसा दरवाज़ा बनवा कर दो जो सिर्फ मेरे ही आवाज़ से खुले. അപ്പോൾ ഒന്നിൽ പരാജയപ്പെട്ടില്ല രാജാവ്. അതെങ്ങനെ? ഒരു സാധാരണയായ വ്യക്തിയുടെ മുമ്പിൽ രാജാവ് പരാജയപ്പെട്ടു. അത് സമ്മതിക്കാൻ രാജാവിന് സാധിക്കുന്നില്ല. അങ്ങനെ രാജാവ് മന്ത്രിയെ രണ്ടാം പ്രാവശ്യം വിളിപ്പിച്ചു. എന്ത് പറഞ്ഞു? മുझे एक ऐसा दरवाज़ा बनवा कर दो. മന്ത്രിയോട് വീണ്ടും പറഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള ഒരു വാതിൽ നിർമ്മിച്ചു തരണം. എങ്ങനെയുള്ള വാതിൽ എന്ന് പറഞ്ഞു? ജോ സിർഫ് മേരെ ഹി ആവാസേ കുലേ. ആവാസ് പറഞ്ഞതാണ് ശബ്ദം. ഇനി ഇങ്ങനെയുള്ള വാതിൽ ഉണ്ടാക്കണം. രാജാവിൻ്റെ ശബ്ദം കേട്ടാൽ മാത്രം തുറക്കുന്ന വാതിൽ. അങ്ങനെയുള്ള വാതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ മന്ത്രി എന്ത് ചെയ്തു? രാജാവിൻ്റെ കൽപ്പനല്ലേ, അങ്ങനെ രാജാവിൻ്റെ കൽപ്പന അനുസരിച്ച് മന്ത്രി രാജാവ് പറഞ്ഞ മാതിരി തന്നെ രാജാവിൻ്റെ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറക്കുന്ന അങ്ങനെയുള്ളൊരു വാതിൽ നിർമ്മിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? വഹി ആദ്മി ആയ, ഉസ്നെ രാജാ കോ ബഹുത് ठंडा पानी पिलाया. फिर कहा, अगर मैं इस दरवाजे से नहीं घुस सकता तो राजा भी नहीं घुस सकता. അങ്ങനെ മന്ത്രി രാജാവ് പറഞ്ഞനുസരിച്ച് എന്ത് ചെയ്തു? മന്ത്രി രാജാവിൻ്റെ ശബ്ദത്തിലൂടെ തുറക്കുന്ന, ശബ്ദം കേട്ടാൽ തുറക്കുന്ന വാതിൽ നിർമ്മിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തു? വീണ്ടും രാജാവ് ഈ ആൾക്കൂട്ടം അല്ലെങ്കിൽ പ്രജകളൊക്കെ വിളിപ്പിച്ച് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടായ കൂട്ടത്തിൽ ഈ വാതിൽ അകത്ത് പ്രവേശിക്കാൻ പറ്റുന്നത്? ഇനി ആ വ്യക്തി തന്നെ വരുമോ നോക്കാം അല്ലേ. അപ്പോൾ വഹി ആത്മീയായ എന്ന് പറഞ്ഞാൽ നേരത്തെ വന്ന് അതേ വ്യക്തി വന്നു. രണ്ടാമതും ആ വ്യക്തി വന്നു. വ്യക്തിക്ക് നോക്കാൻ രാജാവിൻ്റെ ശബ്ദം എടുത്തിട്ട് വാതിൽ തുറക്കാൻ പറ്റുന്നതാ നോക്കാം. तो उसने राजा को बहुत ठंडा पानी पिलाया. ആ വ്യക്തി എന്ത് ചെയ്തു? രാജാക്കോ ബഹുത്ത് ठंडा पानी. ठंडा पानी എന്ന് പറഞ്ഞാൽ എന്താണ്? തണുത്ത വെള്ളം. ഈ രാജാവിന് എന്ത് ചെയ്തു? ആ വ്യക്തി രാജാവിന് തണുത്ത വെള്ളം കൊടുത്തു. പിലായ കുടിപ്പിച്ചു.
ഫിർ കഹാ, പിന്നെ ആ വ്യക്തി എന്തു പറഞ്ഞു? അഗർ മേ ഇസ് ദർവാസെ സെ നഹി ഘുസ് സക്ത, ആ വ്യക്തി എന്ത് പറഞ്ഞു? എനിക്ക് ഈ വാതിലൂടെ പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ തോ രാജാ ബി ഇസ് ദർവാസെ സെ, അല്ലെങ്കിൽ രാജാ ബി നഹി ഘുസ് സക്ത, എനിക്ക് പറ്റുന്നില്ല, അതുകൊണ്ട് രാജാവും ഈ വാതിലൂടെ പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ വന്ന വ്യക്തി എന്ത് ചെയ്തു? രാജാവിന് കൂടുതൽ തണുത്ത വെള്ളം കൊടുത്തത്. തണുത്ത വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കും? സൗണ്ട് മാറും അല്ലേ? അപ്പോൾ വാതിൽ തുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ വ്യക്തിക്ക്, ആ നേരത്തെ വന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? രാജാവിൻ്റെ സൗണ്ട് എടുത്തിട്ട് വാതിൽ തുറക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി എന്ത് ചെയ്തു? സമർത്ഥനായ വ്യക്തി എന്ത് ചെയ്തു? രാജാവിന് വെള്ളം കൊടുത്തു. തണുത്ത വെള്ളം കൊടുത്തിട്ടാകുമ്പോൾ രാജാവിന് സംഭവിച്ചു? സൗണ്ട് പോയി അല്ലേ? അപ്പോൾ രാജാവിനും പ്രവേശിക്കാൻ പറ്റിയില്ല, ആ വ്യക്തിക്കും പ്രവേശിക്കാൻ പറ്റിയില്ല. നോക്കാം പിന്നീട് എന്ത് സംഭവിക്കുന്നത് നോക്കാം. ठंडे पानी से राजा का गला खराब हो गया, उसकी आवाज ही नहीं निकली, राजा भी दरवाजे से अंदर नहीं जा पाया, वह गुस्से से कूदता रह गया। फिर राजा ने ऐसा दरवाज़ा बनवाया जो सिर्फ उसके जूतों की आहट से ही खुले, लेकिन उस आदमी ने ज़मीन पर कालीन बिछा दिया जिससे जूतों की आहट नहीं सुनाई दी. എന്താണ് പിന്നെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ടണ്ടേ പാനി സെ രാജാ കാ ഗല ഖരാബ് ഹോ ഗയാ. ടണ്ടാ പാനി എന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളം കുടിച്ചത് കൊണ്ട് രാജാവിൻ്റെ ഗല എന്ന് പറഞ്ഞാൽ തൊണ്ട, രാജാവിൻ്റെ തൊണ്ട എന്തായി? മോശമായി, സൗണ്ട് മാറി. നമുക്കെന്നറിയില്ല, നമ്മൾ അധികം തണുത്ത വെള്ളം കുടിച്ചാൽ നമ്മുടെ സൗണ്ട് മാറും അല്ലേ? നമ്മുടെ മുമ്പത്തുള്ള സൗണ്ട് ഉണ്ടാവില്ല. അപ്പോൾ രാജാവിൻ്റെ സൗണ്ട് മാറി. ഉസ്കി ആവാസ് ഹി നഹി നിക്ലി, രാജാവിന് സൗണ്ടേ വരുന്നില്ല. അധിക തണുത്ത വെള്ളം ഒഴിച്ചാൽ നമ്മൾ സൗണ്ട് സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ രാജാവിന് സൗണ്ട് എടുക്കാനേ പറ്റുന്നില്ല, രാജാവിൻ്റെ ശബ്ദേ വരുന്നില്ല. രാജാവി ദർവാസെ സെ അന്തർ നഹി ജാ പായ, അതുകൊണ്ട് എന്താ ചെയ്തു? രാജാവിനും ഈ വാതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. കാരണം രാജാവിൻ്റെ സൗണ്ട് മാറിയില്ലേ? അതുകൊണ്ട് രാജാവിനും എന്ത് സംഭവിച്ചില്ല? ഈ വാതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വഹ് ഗുസ്സെ സെ കൂദ്താ രഹ ഗയാ, ഇത് കണ്ടപ്പോൾ ഗുസ്സ, ദേഷ്യം, രാജാവിന് വീണ്ടും ദേഷ്യം വന്നു. ദേഷ്യം വന്നിട്ട് തുള്ളിച്ചാടാൻ തുടങ്ങി രാജാവ്. ഇനിയും കാണും ആ സമർത്ഥനായ വ്യക്തിൻ്റെ മുമ്പിൽ വീണ്ടും തോറ്റുപോയി രാജാവ് അല്ലേ? അത് രാജാവ് സമ്മതിക്കാൻ തയ്യാറല്ല. വീണ്ടും രാജാവ് ഇങ്ങനെയുള്ള വാതിൽ, എങ്ങനെ തുറക്കാൻ പറ്റുന്ന വാതിൽ ഉണ്ടാക്കുന്നത് നോക്കാം. ഫിർ രാജാ ने ऐसा दरवाज़ा बनवाया, പിന്നെ എന്ത് ചെയ്തു? രാജാവ് വീണ്ടും പറഞ്ഞു എങ്ങനെയുള്ള വാതിൽ ഉണ്ടാക്കാൻ. ഫിർ രാജാ ने ऐसा दरवाज़ा बनवाया जो सिर्फ उसकी जूतों की आहट से खुले. എങ്ങനെയാണ്? വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം വാതിൽ നിർമ്മിക്കാൻ പറഞ്ഞു. എങ്ങനെയാണ്? ബൻവായ സിർഫ് ഉസ്കി ജൂത്തോं की आहट से, ജൂത്ത എന്താണ്? ജൂത്ത ചെരുപ്പ്, ചെരുപ്പിൻ്റെ ആഹട്ട് പറഞ്ഞാൽ ശബ്ദം. അപ്പോൾ രാജാവ് നടന്നിട്ട് വരുന്ന ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറക്കണം. അങ്ങനെയുള്ള ഒരു വാതിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മന്ത്രിയോട് പറഞ്ഞു. ലേക്കിൻ ഉസ് ആദ്മീനെ ജമീൻ പർ കാലീൻ ബിച്ചാ ദിയ, പക്ഷേ ഇനി രാജാവിൻ്റെ ചെരുപ്പ് ധരിച്ചിട്ട് രാജാവിന് വാതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ആഹട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദമാണ്. ലേക്കിനുസ് ആദ്മീനെ, ആ വ്യക്തി എന്ത് ചെയ്തു? വീണ്ടും രാജാവ് വിളിച്ചു. ആ വ്യക്തി തന്നെ മുമ്പോട്ട് വന്നു. ആ വ്യക്തി എന്ത് ചെയ്തു? ജമീൻ പര കാലീൻ ബിച്ചാദിയ, ജമീൻ എന്ന് പറഞ്ഞാൽ നിലത്ത്, ഭൂമിയിൽ എന്ത് ഇട്ടു? കാലീൻ. കാലീൻ എന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് വിരിച്ചു. ജിസ്സെ ജൂത്തോं की आहट नहीं सुनाई दी, കാർപ്പറ്റ് വിരിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ രാജാവ് നടന്നിട്ട് വരുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാർപ്പറ്റ് ഇട്ടതുകൊണ്ട് രാജാവിൻ്റെ കാലിൻ്റെ ശബ്ദം കേട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചില്ല? വാതിൽ തുറക്കാൻ പറ്റില്ല. അവിടെയും രാജാവ് പരാജയപ്പെട്ടു. ഇനി വീണ്ടും രാജാവ് എന്ത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. രാജാനെ मंत्री से कहा, मुझे एक ऐसा दरवाज़ा बनवा कर दो जो सिर्फ मेरे ही शरीर की गंध से खुले. അപ്പോൾ ചെരുപ്പിൻ്റെ ശബ്ദം കേട്ടിട്ടല്ല വാതിൽ തുറക്കാൻ പറ്റിയില്ല അല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രാജാവ് വീണ്ടും മന്ത്രിയോട് പറയാണ് വേറൊരു വാതിൽ ഉണ്ടാക്കാൻ. എങ്ങനെയുള്ള വാതിൽ നിർമ്മിക്കാൻ പറഞ്ഞു? മുझे एक ऐसा दरवाज़ा बनवा दो. എങ്ങനെയുള്ളത്?
സിർഫ് മേരെ ഹി ഗന്ധ് സെ കുലെ. എങ്ങനെയാണ്? രാജാവിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കൊണ്ട് തുറക്കുന്ന വാതിൽ. രാജാവിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം, ഗന്ധ് എന്ന് പറഞ്ഞാൽ ഗന്ധം, ഗന്ധ് സെ കുലെ, ഗന്ധം കൊണ്ട് തുറക്കുന്ന വാതിൽ നിർമ്മിക്കാൻ പറഞ്ഞു. അങ്ങനെ രാജാവ് പറഞ്ഞതനുസരിച്ച് മന്ത്രി എന്ത് ചെയ്തു? ആ വാതിലും കൂടി, അങ്ങനെയുള്ള വാതിലും കൂടി റെഡിയാക്കി വെച്ചു. ലേക്കിൻ ഇസ് ബാർ ഫിർ വഹി ആത്മിയായ. അപ്പോൾ പക്ഷെ എന്താണ്? ഈ പ്രാവശ്യം ആര് തന്നെ വന്നു? നേരത്തെ വന്ന അതേ വ്യക്തി തന്നെ വന്നു. എന്ത് ചെയ്തു? और राजा के पहने हुए कुछ कपड़े हाथ में लिए. എന്ത് ചെയ്തു? രാജാനെ പെഹനെ ഹുയെ, രാജാവ് ധരിച്ചിട്ടുള്ള കുറച്ച് വസ്ത്രം, കുച്ച് കപ്പടെ ഹാത്ത് മേ ഉട്ടാക്കർ, രാജാവ് ധരിച്ച വസ്ത്രം എടുത്തോണ്ട് എന്ത് ചെയ്തു? കയ്യിലെടുത്തോണ്ട്, ഹാത്ത് പറഞ്ഞ കയ്യിലെടുത്തോണ്ട് എവിടെ വന്നു? ദർവാസെ കെ പാസ് ലേ ഗയാ തോ ദർവാസ ഖുൽ ഗയാ. അപ്പോൾ എങ്ങനെയുള്ള വാതിൽ നിർമ്മിച്ചതാണ്? രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ ഗന്ധം കൊണ്ട് തുറക്കുന്ന വാതിൽ. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്തു? നേരത്തെ വന്ന വ്യക്തി തന്നെ എന്ത് ചെയ്തു? രാജാവ് ധരിച്ച വസ്ത്രം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ വസ്ത്രം എടുത്തുകൊണ്ട് കൈകൾ പിടിച്ചുകൊണ്ട് എവിടെ വന്നു? ആ ഡോറിൻ്റെ അടുത്തേക്ക് വന്നു. ആ വസ്ത്രം ആ ഡോറിന് കാണിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? ഡോറ് തുറന്നു. फिर उसके पास लिया तो दरवाज़ा खुल गया. അപ്പോൾ കവി എന്താണ് ഇതിൽ പറയും നോക്കാം. फिर आगे क्या हुआ होगा. फिर വീണ്ടും ഇതിന് മുന്നോട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ടാവാം? उन दोनों का मुकाबला न जाने कब तक चलता रहा. उन दोनों का എന്ന് പറഞ്ഞാൽ രാജാവും ആ വ്യക്തിയും തമ്മിലുള്ള മുക്കാബല, മത്സരം ഇനി മുമ്പോട്ട് ഏതുവരെ പോയിട്ടുണ്ടാവാം. മുझे तो यही तक की घटनाओं का पता है. അപ്പോൾ ഇതിൽ കവി പറയാണ്, എനിക്ക് എന്ന് പറഞ്ഞാൽ കവിക്ക് ഈ കഥകൾ ഇവിടെ ഇത്രയും വരെ മാത്രം അറിയാം. ആകെ के बारे में तो अब तुम्हें ही सोचकर बताना होगा. അപ്പോൾ ആകെ के बारे में എന്ന് പറഞ്ഞാൽ ഈ കഥ ഇത്ര മാത്രമേ നമ്മുടെ കവിക്ക് അറിയാം, ഇത്ര മാത്രമേ ഇതിൽ പറയുന്നുള്ളത്. ഇനി അതിൻ്റെ കഥയുടെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ എന്തെല്ലാം ആയിരിക്കാം രാജാവ് വീണ്ടും എന്തെല്ലാം കൊണ്ട് വാതിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടാവാം. तो बताओ എന്താണ്? तो अब तुम्हें ही सोचकर बताना होगा. അപ്പോൾ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കഥയുടെ മുന്നിലുള്ള ഭാഗം, ഇനി മുന്നോട്ട് പോകുന്ന കഥ എങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാക്കണം. तो बताओ फिर आगे क्या हुआ होगा. നിങ്ങൾ പറയണ എന്താണ്? ഇതിൻ്റെ കഥ മുന്നോട്ട് എന്തായിട്ടുണ്ടാവാം. ഈ കഥ ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂ ആയിട്ടാണ്. കഥ എന്താന്നില്ല, കഥ തുടർന്നുകൊണ്ട് പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഇനി ബാക്കിയുള്ള കഥകൾ എങ്ങനെ ആയിരിക്കാമെന്ന് എന്നാൽ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ആ കഥ തോന്നുന്നത്, അതുമാതിരി നിങ്ങൾക്ക് ആ കഥ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ്. അപ്പം ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രാജാവ് ഒരു ബുദ്ധിസമർത്ഥനായ രാജാവാണ്. എന്ത് ചെയ്തു? ഒരു വാതിൽ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. തൻ്റെ മുഖം കണ്ടിട്ട് തുറക്കുന്ന വാതിൽ നിർമ്മിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ചെരുപ്പിൻ്റെ ശബ്ദത്തിൽ വാതിൽ തുറക്കാൻ പറഞ്ഞു. പിന്നെ രാജാവിൻ്റെ ശബ്ദം കേട്ടിട്ട് അല്ലേ, പിന്നീട് എന്തിലാണ്? രാജാവിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധത്തിൽ കൊണ്ട് വാതിൽ തുറക്കുന്നത്. ഇങ്ങനെ ഒരുപാട് വാതിൽ ഉണ്ടാക്കി. ഇതിനൊക്കെ തന്നെ പരാജയപ്പെടുത്തിയിട്ട് ആര് വന്നു? രാജാവിനുണ്ടായിരുന്ന ഒരു പ്രജ തന്നെ അല്ലേ. ആ പ്രജ എന്ത് ചെയ്തു? ഈ രാജാവിൻ്റെ ഈ വിചാരിച്ച ഈ പദ്ധതികളൊക്കെ മറികടന്ന് അയാൾ ഇതിനൊക്കെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോയി അല്ലേ. അപ്പം ഈ രാജാവ് അതിന് പരാജയപ്പെട്ടു. അതും രാജാവ് ഈ മത്സരം എന്ത് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. കാരണം ഒരു സാധാരണ വ്യക്തി രാജാവ് പരാജയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രാജാവ് ഈ കഥ മുന്നോട്ട് പോവുകയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക കുട്ടികളെ? ഇതിൻ്റെ ഈ കഥ മുന്നോട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കഥ നിർമ്മിക്കാൻ തോന്നുന്നുള്ളത് അതുമാതിരി നിങ്ങൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ്.